ഹലോ വെൽക്കം ടു അമിസ്ഫ. 8th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതീക്ഷയാണ്. ഹോപ്പ് ഇസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. കോൺഫിഡൻറ്റ് ഇസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് അത് നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഈ പ്രതീക്ഷയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ആത്മധൈര്യം വേണം. ഇനി അതിനെക്കുറിച്ചിട്ട് അപ്പം ഇനി ഹോപ്പിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. പ്രതീക്ഷയെ കുറിച്ചിട്ട് പ്രതീക്ഷ വേണമെങ്കിൽ അതിലേക്ക് മുന്നേറാൻ നമുക്ക് എന്ത് വേണം? ആത്മധൈര്യം വേണം. ആ യൂണിറ്റിൻ്റെ തുടക്കത്തിലായിട്ട് നമുക്കൊരു പാസേജാണ് തന്നിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നത്. Read the following passage and discuss the questions. A long time ago, the Greek believed that their god Zeus, along with all the other gods, had created a woman named Pandora, and the god gave her a box on her wedding day, telling her never to open it. It would bring her happiness, they said, as long as it remained closed. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീക്കിലെ ഗോഡ് സിയൂസ്, അവരും ഒരുപാട് വേറെ ദൈവങ്ങളെല്ലാം കൂടിയിട്ട് ഒരു സ്ത്രീയുടെ കല്യാണ ദിവസം അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. ആ ഒരു പെണ്ണിൻ്റെ നെയിം എന്തായിരുന്നു? പാൻഡോറ എന്നുള്ളായിരുന്നു നെയിം. ഒരു ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ബോക്സ് നീ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. നീ എത്രത്തോളം ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കുന്നോ അത്രത്തോളം ഹാപ്പിനെസ് നിന്നിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പാൻഡോറ വാസ് വെരി ക്യൂരിയസ്. ഭയങ്കര കൗതുകകരമായിട്ട് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ബൈ നാച്ചർ. അവൾക്ക് ആ ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. ഷീ കുഡിൻ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. ടെംപ്റ്റേഷൻ എന്ന് വെച്ചാൽ ആകർഷണം, റെസിസ്റ്റ് എന്ന് വെച്ചാൽ എതിർക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ബോക്സിലോട്ട് ഇങ്ങനെ ആകർഷണം കൂടിയിട്ട് അത് തുറക്കാതിരിക്കാൻ പറ്റുന്നില്ല. oops, the gods had trapped all the worst human qualities, all the unpleasant feeling and the things we fear the most inside the box. എന്നാൽ ദൈവം എന്താണ് ആ ബോക്സിൽ ചെയ്തിരിക്കുന്നത്? അതിൽ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആൾക്കാർക്ക് ഏറ്റവും അൺപ്ലസൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് തരാത്ത ഫീലിങ്സ് എല്ലാം അതിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പേടിക്കുന്ന പല കാര്യങ്ങളും അതിൽ ദൈവം ഇട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. No sooner did Pandora open it than all this sickness, pain, suffering, greed, anger, sorrow, etc. flew out and spread all over the world. Pandora was so sorry. എന്ത് ചെയ്തു? അവൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ലോകത്തിൽ എല്ലാവർക്കും എന്ത് വന്നു? സിക്നസ്, വയ്യായികൾ വന്നു, വേദനകൾ വന്നു, അതുപോലെ തന്നെ ദുരിതങ്ങൾ വന്നു, ഗ്രീഡ്, പണത്തിനോടും മറ്റു കാര്യങ്ങളോടുള്ള ആക്രാന്തം, അല്ലെങ്കിൽ ആ ഒരു ഒരു ആഗ്രഹം കൂടുതൽ വന്നു, ആങ്കർ, ദേഷ്യം വന്നു, സോറോ, വിഷമം വന്നു. ഷീ ക്ലോസ് ദ ലിഡ് ഓഫ് ദ ബോക്സ്. ലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൂടി അല്ലെങ്കിൽ അടപ്പ്. ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ് pleading to be forgiven by the gods and the people of the world. അപ്പോൾ ലോകത്തോട് നെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടുകുത്തി നിൽക്കുകയാണ്. പ്ലീഡിങ്, അപേക്ഷിക്കുകയാണ്. ആ ബോക്സിൻ്റെ അവിടെ മുട്ടുകുത്തി നിന്ന് അപേക്ഷിക്കുകയാണ് ദൈവത്തിനോടും അതുപോലെ തന്നെ വേൾഡിനോടും. എന്ത് പറയാണ്? ആ ഒരു അപേക്ഷിക്കുകയാണ്. എന്താ? അവളുടെ തെറ്റ് അവൾ പറയാണ്. കാരണം എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ ഇതിനൊരു മാർഗം, ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നൊക്കെ അവൾ എന്ത് ചെയ്യാണ്? പ്രതീക്ഷിക്കുകയാണ്. Then she heard the noise of something beating its wings inside the box. അപ്പോൾ എന്തോ ഒരു സാധനത്തിൻ്റെ ഒരു വോയിസ് കേട്ടു. അതിന് വിങ്സ് ഒക്കെ ഉണ്ട്. ആ വിങ്സ് ഇങ്ങനെ ചിറകടിക്കുന്ന ശബ്ദം ആ ബോക്സിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇറ്റ്സ് സീം ടു സ്പീക്ക് ടു ഹെർ ഇൻ എ കൈൻഡ് വോയിസ് ടു. പക്ഷേ അത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് കുറേ നോയ്സസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര കാമായിട്ട്, കരുണമായിട്ടുള്ള വോയിസോട് കൂടിയിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. ഷീ ഓപ്പൺ ദ ലിഡ് വൺസ് അഗൈൻ. അപ്പോൾ ഒന്നും കൂടി അവൾ എന്ത് ചെയ്തു? ആ ഒരു ലിഡ് അവൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ ഈ ലോകത്തിനും അവൾക്ക് ഉണ്ടായപ്പോൾ അവൾ അപ്പോൾ തന്നെ ആ ലിഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിറകടിയുടെ ശബ്ദം കേട്ട് അവൾ വീണ്ടും ഓപ്പൺ ചെയ്തു. ദിസ് ടൈം ഷീ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ഈ ഒരു സമയത്ത് അവൾക്ക് എന്താണ്? ഡിസപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഡിസപ്പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശ. ഇറ്റ് വാസ് ദ ലവ്ലി ലിറ്റിൽ ഏഞ്ചൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ലിറ്റിൽ ഏഞ്ചൽ ആയിരുന്നു, ഒരു മാലാഖയായിരുന്നു. Hope, who came out of the box, fluttering her beautiful wings that shone like gold. അപ്പോൾ ഒരു ഏഞ്ചലാന്ന് പറഞ്ഞു. ആ ഏഞ്ചൽ എന്താണ്? ഹോപ്പ്, പ്രതീക്ഷയാണ് ആ ഒരു ഏഞ്ചൽ. അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്ന് വന്നിട്ട് ആ വിങ്സ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിങ്സ് എന്ത് ചെയ്യണം? ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ കളറിൽ. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡിസ്പൈറ്റ് ഓൾ അവർ മിസറീസ്. അപ്പോൾ അങ്ങനെയാണ് എന്താണ്? നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറുന്നത്. ഹോപ്പ് ഓൾവേസ് റിമൈൻസ് വിത്ത് അസ്. എപ്പോഴും പ്രതീക്ഷ എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്.
ടു കംഫർട്ട് അസ് ഓൾ ദിസ് ടൈം. എല്ലാ സമയത്തും നമ്മളെന്താണ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി, നമ്മളെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര ദുരിതങ്ങൾ വന്നാലും ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഒരു കുഞ്ഞു മാലാഖയായിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ചിറകുകളുള്ള ഒരു മാലാഖയായിട്ട്. ഓൾദോ പാൻഡോറ കോസ്റ്റ് ദ വേൾഡ് ഗ്രേറ്റ് പെയിൻ, ഷി ആൾസോ ഗേവ് അസ് ഹോപ്പ്. പാൻഡോറയാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു വേൾഡിന് അത്രയും വലിയ പെയിൻ, വേദനകൾ തന്നത്. എന്നാൽ അവൾ അതേ സമയം നമുക്ക് എന്തും തന്നു, ഹോപ്പും തന്നു, പ്രതീക്ഷയും തന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര ദുരിതങ്ങൾ വന്നാലും, വിഷമങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ ഫോർ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ് എ നമ്പർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലം. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രോബ്ലംസും ഉണ്ടാക്കുന്ന ഒരു ബോക്സിനെയാണ് ഈ ഒരു പാൻഡോറാസ് ബോക്സ് എന്ന് ഇവിടെ പറയുന്നത്. യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിങ് എ പാൻഡോറാസ് ബോക്സ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ അതിനൊന്നും കെയർ ചെയ്യാതെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പാൻഡോറാസ് ബോക്സ് പോലെ ആയിരിക്കും. എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പാൻഡോറ? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? വൈ? നിങ്ങളാണ് പാൻഡോറ എങ്കിൽ നിങ്ങൾ അത് ബോക്സ് ഓപ്പൺ ചെയ്യുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഐ വർ പാൻഡോറ ഐ വുഡ് ട്രൈ നോട്ട് ടു ഓപ്പൺ ദ ബോക്സ് ബിക്കോസ് ദ ഗോഡ്സ് വാണ്ട് മീ നോട്ട് ടു. ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്യില്ല, കാരണം ദൈവം എന്നോട് അത് വാണിംഗ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു യു തിങ്ക് ദ ഗോഡ്സ് പ്ലേസ്ഡ് ഹോപ്പ് ഇൻ ദ ബോക്സ് അലോങ് വിത്ത് ഓൾ ദ ഈവിൾസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആ ബോക്സിൽ ഒരുപാട് ഈവിൾസ് ഉണ്ടായിരുന്നു, ആങ്കർ ഇഷ്യൂസ്, അതുപോലെ വിഷമങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ദൈവം എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഹോപ്പ്, പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ വെച്ചത്? ദ ഗോഡ്സ് ഗേവ് ഹോപ്പ് സോ ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഫീൽ സാഡ് ഓൾ ദ ടൈം. ദൈവം ആ ഒരു പ്രതീക്ഷയെ ആ ബോക്സിലിട്ട് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വിഷമങ്ങളും ഉണ്ടാകുമ്പോഴും എപ്പോഴും ആൾക്കാർക്ക് എന്താണ്, വിഷമങ്ങൾ മാത്രമല്ല ഉണ്ടാവുക എല്ലാ സമയങ്ങളും, അതിൻ്റെ ഒപ്പം പ്രതീക്ഷയും ഉണ്ടാവും. ഹോപ്പ് ഹെൽപ്സ് അസ് ഫീൽ ബെറ്റർ. നമുക്ക് ഒന്നും കൂടിയും ഒന്ന് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട്, ഒന്നും കൂടി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം ആ ഒരു ഹോപ്പ് നമുക്ക് വെച്ചത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് us ഇൻ ഹാർഡ് ടൈംസ്? ഒരുപാട് ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രതീക്ഷ നമ്മളെ സഹായിക്കുന്നത്? ഹോപ്പ് ഗീവ്സ് അസ് ദ ബിലീവ് ദാറ്റ് തിങ് വിൽ ഗെറ്റ് ബെറ്റർ. എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടും അല്ലെങ്കിൽ ബെറ്റർ ആകും എന്നുള്ള ബിലീഫ്, വിശ്വാസം നമുക്ക് തരും. ഇറ്റ് ഹെൽപ്പ് us സ്റ്റേ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കും. ആൻഡ് നോട്ട് ഗിവ് അപ്പ് വെൻ ലൈഫ് ഈസ് ഹാർഡ്. ജീവിതം എത്രത്തോളം ദുരിതമായാലും എത്ര ഹാർഡായാലും ഗിവ് അപ്പ്, തോറ്റു പോവാതെ മുന്നോട്ട് പോകാൻ ഈ ഒരു പ്രതീക്ഷ നമ്മളെ സഹായിക്കും. ഇനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പിനെ ഇവിടെ ചിറകുകളുള്ള ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ എന്തോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പേർച്ചേഴ്സ് ഇൻ ദ സോൾ. പേർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട് കൂട്ടുക അല്ലെങ്കിൽ വന്നിരിക്കുക. സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ്. വാക്കുകളില്ലാതെ പാട്ട് പാടുക. ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. ഒരിക്കലും അതെന്ത് നിൽക്കുന്നില്ല, അത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ചിറകുകളുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ബേർഡാണ്. ഈ തിങ് എന്ന് പറയുമ്പോൾ വസ്തു എന്നാണ് പറയുക, പക്ഷെ ഇവിടെ ഒരു കിളിയെയാണ് താരതമ്യം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ മനസ്സിലാണ് കൂട് കൂട്ടിയിരിക്കുന്നത്, നമ്മുടെ ആത്മാവിലാണ് കൂട് കൂട്ടിയിരിക്കുന്നത്. അത് വാക്കുകളില്ലാതെ തന്നെ പാട്ട് പാടുന്നു. ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹിയേർഡ്. ഗെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അതിൻ്റെ ആ ഒരു നാദം നമുക്ക് കേൾക്കാം. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. സോർ എന്ന് പറഞ്ഞാൽ ദുഃഖം. എത്ര വലിയ ദുരിതങ്ങളിലും എത്ര വലിയ കൊടുങ്കാറ്റിലും പേമാരിയിലും എത്ര വലിയ ദുരിതമുണ്ടായാലും ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. അബാഷ് എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക. അപ്പോൾ ആ ഒരു ലിറ്റിൽ ബേർഡിനെ എന്ത് ചെയ്യുക, വിഷമിപ്പിക്കുന്നുണ്ട്. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. വാം എന്ന് പറഞ്ഞാൽ ചൂടായി നിൽക്കുക അല്ലെങ്കിൽ ആ വേദനകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എത്ര വലിയ കൊടുങ്കാറ്റിലും ആ പാട്ട് നമുക്ക് കേൾക്കാം, അതുപോലെ എത്ര വലിയ പേമാരികളിലും അതിൻ്റെ വേദന നമുക്കറിയാം. അതെല്ലാം ആ ലിറ്റിൽ ബേർഡിനെ അബാഷ് ചെയ്യുക, വിഷമിപ്പിക്കുന്നുണ്ട്. ദറ്റ് കെപ്റ്റ് സോ മെനി വാം. എന്നാലും അതെന്ത് ചെയ്യുന്നുണ്ട്, ദറ്റ് കെപ്റ്റ് സോ മെനി വാം. അപ്പോൾ ശരിക്കും വാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് എന്നുള്ള അർത്ഥം. ഇവിടെ എന്താണ്, ആ എല്ലാ വേദനകളും അതെന്താണ്, അതവിടെ മനസ്സിൽ വയ്ക്കുന്നുണ്ട്.
ഓക്കെ. ഐ ഹാവ് ഹിയേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് വെച്ചാൽ ഏറ്റവും തണുപ്പേറിയ സ്ഥലങ്ങളിലും അതിനെ നമുക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് നമുക്ക് അറിയാത്തൊരു സീയിലും അതിനെ കാണാൻ പറ്റും. യെറ്റ് നെവർ ഇൻ എക്സ്ട്രിമിറ്റി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രിമിറ്റി എന്ന് പറയുമ്പോൾ എങ്കിലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, യെറ്റ് എന്ന് പറഞ്ഞാൽ എങ്കിലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ എന്ത് ചോദിച്ചിട്ടില്ല, നെവർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് എന്ന് പറഞ്ഞാൽ ചെറു കഷ്ണം എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ് പറയുന്നത്, ഒന്നും തന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്നിൽ നിന്ന് ഒന്നും അത് പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ പ്രതീക്ഷിക്കാത്ത, ഹോപ്പ്, പ്രതീക്ഷയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഞാൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. ഓക്കെ, ആര്, നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ പറയുന്നുള്ളൂ. ഹോപ്പ് എന്ന് പറയുന്നത് ചിറകുകളുള്ള ഒന്നാണ്. എൻ്റെ ഉള്ളിൽ തന്നെ അത് കൂട് കൂട്ടിയിട്ടുണ്ട്. എത്ര വലിയ വിഷമങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും അത് പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിന് വാക്കുകളില്ല. ഓക്കെ, അത് നമുക്ക് എന്താണ്, നമുക്കൊരു ആശ്വാസം പകരുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, അബാഷ് എന്ന് പറയുന്നുണ്ട്, ഇളക്കി മറിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക എന്ന് പറയും. ഉലയ്ക്കുക എന്നുള്ള മലയാളം മീനിങ് ഒക്കെ ഉണ്ട്. എത്ര തന്നെ അതിനെ വേദനിപ്പിച്ചാലും അതെന്താണ്, അത് കാമായിട്ട് ഇരിക്കാറുണ്ട്. ഓക്കെ, ഇനി പറയുന്നുണ്ട് എത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ അപൂർവമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും തണുപ്പേറിയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളെയാണ് പല രീതിയിൽ ഇവർ പറയുന്നത് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും അവർ ഒന്നും തന്നെ എന്നിൽ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആരെ, പ്രതീക്ഷ. എനിക്കെപ്പോഴും പ്രതീക്ഷ നൽകിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എത്ര വലിയ ദുരിതങ്ങളിലും എത്ര വലിയ കൊടുങ്കാറ്റിലും എൻ്റെ ഒപ്പം ഒരു കോൺഫിഡൻസ് ആയിട്ട് ഈ ഒരു ഹോപ്പ് എന്നുള്ളത് നിന്നിട്ടുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഹാർഡ്ഷിപ്പ്, ദുരിതങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങളൊക്കെ വന്നിട്ടും ഹോപ്പ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷ. എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം എന്നൊരു മെസ്സേജാണ് ഇവിടുന്ന് തരുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദ പോയം? ഹോപ്പ് എന്തിനെയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ലിറ്റിൽ ബേർഡ്, ഒരു ചെറിയ പക്ഷിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ദ വേർഡ് ഹോപ്പ് പെർച്ചസ് ഇൻ ദ സോൾ? അവിടെ പറയുന്നുണ്ട് ഹോപ്പ് എന്ത് ചെയ്യുന്നതാണ്, കൂട് കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ഹോപ്പ് ലിവ്സ് ഡീപ്പ് ഇൻസൈഡ് അവർ ഹാർട്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഹോപ്പ്, പ്രതീക്ഷ ജീവിക്കുന്നത് എന്ന് കാണിക്കാനാണ് അവിടെ അങ്ങനെ കൂട് കൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ബേർഡ് സിറ്റിംഗ് ക്വയറ്റ്ലി ഇൻ അവർ സോൾ. എങ്ങനെയാണോ ഒരു ആത്മാവിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത്, അതും ആ ഒരു പിക്ചർ കണ്ടറിയാം, ആൾ ഭയങ്കര കാമായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഡിസ്റ്റർബൻസിനും ഇല്ല. അവിടെ എങ്ങനെ കാമായിട്ട് ക്വയറ്റായിട്ടിരിക്കുക, അതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹോപ്പ്, പ്രതീക്ഷ ഇരിക്കുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് ദാറ്റ് ദ ബേർഡ് സിങ്? ആ ഒരു ബേർഡ് പാട്ട് പാടുന്നുണ്ട്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദ ബേർഡ്സ് സോങ് ഈസ് ഓൾവേസ് സ്വീറ്റ് ആൻഡ് കംഫർട്ടിങ്. മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാനും അതുപോലെ തന്നെ മധുരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഇറ്റ് നെവർ സ്റ്റോപ്പ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഈവൻ ഇൻ ഡിഫിക്കൽട്ട് ടൈം, എത്ര വലിയ ബുദ്ധിമുട്ട് സമയങ്ങളിലാണെങ്കിലും. അതിൽ ഒരു പോയിന്റ് ഞാൻ എഴുതിയിട്ടില്ല. ആ സോങ്ങിൻ്റെ പ്രത്യേകത, അതിന് വേർഡ്സ് ഒന്നുമില്ല. സോ അതിന് നമ്മൾ എഴുതി ചേർക്കുക, ദാറ്റ് സോങ് ഡസൻറ്റ് ഹാവ് വേർഡ്സ്, വാക്കുകളില്ല എന്ന് എഴുതി ചേർക്കുക. നെക്സ്റ്റ്, ഹൗ ഇസ് ദ ബേർഡ് സോങ് ഹിയർഡ് ഇൻ എ ഗെയിൽ? ഒരു കൊടുങ്കാറ്റിൽ എങ്ങനെയാണ് ഈ ബേർഡ്സിൻ്റെ പാട്ട് കേട്ടിരുന്നത്? ദ ബേർഡ്സ് സോങ് ക്യാൻ സ്റ്റിൽ ബി ഹിയർഡ് ഈവൻ ഡ്യൂറിങ് സ്ട്രോങ് സ്റ്റോംസ്. വലിയ കൊടുങ്കാറ്റ് വന്നാലും ഈ പാട്ട് കേൾക്കായിരുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ഹോപ്പ് സ്റ്റേസ് വിത്ത് അസ് ഈവൻ വെൻ ലൈഫ് ഈസ് ഹാർഡ്. ജീവിതം എത്ര ദുരിതത്തിലായാലും ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് കാണിക്കാനാണ് ഈ വരികൾ പറയുന്നത്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും സാധാരണ പക്ഷികൾ എന്ത് ചെയ്യും, പാട്ട് പാടാനും നിൽക്കില്ല, പറന്നു പോകാനും ശ്രമിക്കുക. പക്ഷേ നമ്മുടെ പ്രതീക്ഷയാകുന്ന പക്ഷി എന്ത് ചെയ്യും, എത്ര വലിയ ദുരിതങ്ങൾ വന്നാലും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ലൈൻസ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഹാസ് ദ പോയറ്റ് ഹിയർഡ് ദ ബേർഡ്സ് സോങ്? എവിടെയാണ് ആ ബേർഡിൻ്റെ പാട്ട് നമ്മുടെ പോയറ്റ് കേട്ടത്? ദ പോയറ്റ് ഹാസ് ഹിയർഡ് ദ ബേർഡ്സ് സോങ് ഇൻ ദ കോൾഡസ്റ്റ് പ്ലേസസ് ആൻഡ് അക്രോസ് ദ റഫസ്റ്റ് സീ, മീനിങ് ഈവൻ ഇൻ ദ ടഫസ്റ്റ് സിറ്റുവേഷൻ. ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ട് നമുക്കറിയാം, മരവിപ്പിക്കുന്ന തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരില്ലാതാവും. അതുപോലെ തന്നെ ഭയങ്കര റഫസ്റ്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപരിചിതമാണ് ഈ കടൽ എന്ന് പറയുന്നത്. കടലിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ കൊള്ളാം. പക്ഷേ ഉള്ളിലേക്ക് കൂടും തോറും ആഴം കൂടും, നമ്മുടെ ജീവിതത്തിന് എന്ത് ചെയ്യും, നമ്മുടെ ജീവന് തന്നെ അപായമാണത്. അപ്പോൾ അതിനെയൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഏറ്റവും ടഫായിട്ട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ
സിറ്റുവേഷൻസിനെ പറയാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബേർഡിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത്രയും ദുരിതമായ സ്ഥലങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ വേണം എന്ന് പറയാണ് കേട്ടോ. What do chillest land and strangest sea represent? Chillest land and strangest sea represent the most difficult and unfamiliar times in life. ജീവിതത്തിലെ ബുദ്ധിമുട്ടാർന്ന സമയങ്ങളും അൺഫെമിലിയർ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ഈ ഒരു അപൂർവമായിട്ടുള്ള സീനെ നമുക്ക് അപരിചിതമാണ്, നമുക്ക് അറിയില്ല, പരിചിതമല്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില അൺഫെമിലിയർ, നമുക്ക് അറിയാത്ത ഒരു സമയങ്ങളെയാണ് പറയുന്നത്. ചില അനുഭവങ്ങളൊക്കെ ദുരിതങ്ങൾ വരുമ്പോൾ അതൊന്നും നമുക്ക് പരിചയമുള്ളതല്ല, ആദ്യമായിട്ട് അനുഭവിക്കുന്നതായിരിക്കാം. ചില ആൾക്കാരുടെ വേർപാട്, ചില അസുഖങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ വീട് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നാലൊക്കെ ആൾക്കാർക്ക് വെള്ളപ്പൊക്കം വന്ന ദുരിതത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, ചിലതൊക്കെ അവർക്ക് പുതുമയായിട്ടുള്ളതായിരിക്കാം. ആ ദുരിതങ്ങളിലൊക്കെ പ്രതീക്ഷ എന്നുള്ളൊരു സാധനമാണ് അവർ മനസ്സിൽ കൈക്കൊള്ളേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ലെറ്റ്സ് അപ്രീഷിയേറ്റ് ആണ്. അതിൽ 3 ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട് കേട്ടോ. വാട്ട് ഡസ് ദ സ്റ്റോം ഇൻഡിക്കേറ്റ് ഇൻ ദ പോയം? കൊടുങ്കാറ്റ് എന്തിനെയാണ് പറയുന്നത്? ദ സ്റ്റോം ഷോസ് ദ ഡിഫിക്കൽട്ട് ആൻഡ് ടഫ് ടൈംസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടാർന്ന ടഫായിട്ടുള്ള ടൈംസിനെയാണ് കാണിക്കുന്നത്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻസ് ദ ലൈൻ നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ? പറയുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആര്? നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ഹോപ്പ് നെവർ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല. ആര്? പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്ന്. നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തണം. എന്ത് കഷ്ടപ്പാട് വന്നാലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഞാൻ എത്തും എന്ന് നമ്മൾ വിചാരിക്കണം. അതെന്തെങ്കിലും അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. തിരിച്ച് ഇൻ റിട്ടേൺ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നോട്ട് ഈവൻ എ സ്മോൾ തിങ്. അപ്പോൾ ലൈക്ക് എ ക്രംബ് എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട്, ഒരു ചെറിയ എന്തെങ്കിലും പോലും ആൾ പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ വെൻ വി ആർ ഗോയിങ് ത്രൂ അവർ വേസ്റ്റ് ടൈം. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലായിരിക്കാം പോകുന്നുണ്ടാവുക. പക്ഷെ എന്നാലും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നിലനിർത്തുന്നത് ഈ ഒരു പ്രതീക്ഷയാണ്, ഹോപ്പാണ്. ഓക്കെ, ദ ബേർഡ് ഇസ് ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു ദ ഇമേജസ് ഓഫ് ദ ബേർഡ് ആൻഡ് ദ സ്റ്റോം ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ പോയം? പോയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു പക്ഷിയും കൊടുങ്കാറ്റും എന്തൊക്കെ ഇമേജസ് ആണ് നിങ്ങൾക്ക് തരുന്നത്? ദ ബേർഡ് ഈസ് എ സിമ്പിൾ ഓഫ് ഹോപ്പ്. ബേർഡ് എന്ന് പറയുന്നത് ഇവിടെ പ്രതീക്ഷയുടെ ഒരു സിമ്പിളായിട്ടാണ്, അടയാളമായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ദ സ്റ്റോം സ്റ്റാൻഡ് ഫോർ ലൈഫ് ട്രബിൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രബിൾസ്, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, അതിനെ കാണിക്കാനാണ് കൊടുങ്കാറ്റിനെ ഇവിടെ പറയുന്നത്, സ്റ്റോമിനെ പറയുന്നത്. ടുഗദർ ദേ ഷോ ദാറ്റ് ഹോപ്പ് സ്റ്റേ വിത്ത് ലൈക്ക് എ ലിറ്റിൽ ബേർഡ് സിംഗിങ്. രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ തന്നെ നിൽക്കാറുണ്ട്. ഏതുപോലെ? ഒരു പക്ഷി പാട്ട് പാടുന്നത് പോലെ. ഈവൻ വെൻ ലൈഫ് ഗെറ്റ് റിയലി ഹാർഡ് ഓൺ സ്റ്റോമി. കൊടുങ്കാറ്റ് വന്നാലും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ട് വന്നാലും ഒരു പക്ഷി പാട്ട് പാടുന്ന പോലെ പ്രതീക്ഷ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ പോയം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദറ്റ് പേർച്ചസ് ഇൻ ദ സ്കോൾ. ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചിറകുകളുള്ള ഒന്നിനെ പോലെയാണ്, പക്ഷിയെ പോലെയാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ, ആത്മാവിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയേക്കാണ്. വാട്ട് പിക്ചർ ഡു യു ഗെറ്റ് വെൻ യു റീഡ് ദീസ് ലൈൻസ്? ഈ ലൈൻസ് വായിച്ചപ്പോൾ എന്ത് പിക്ചറാണ് നിങ്ങൾക്ക് കിട്ടിയത്? ദീസ് ലൈൻസ് മേക്ക് അസ് ഇമാജിൻ എ സ്മോൾ ബേർഡ് സിറ്റിംഗ് ഇൻസൈഡ് അവർ ഹാർട്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സ്മോൾ ബേർഡ്, ചെറിയ പക്ഷിയെക്കുറിച്ചുള്ള ഒരു ഇമാജിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഗിവ് അസ് കംഫർട്ട് ആൻഡ് സ്ട്രെങ്ത് ഡ്യൂറിങ് ടഫ് ടൈം. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അത് നമ്മളെ കംഫർട്ട് ആക്കുന്നുണ്ട്, നമുക്ക് ധൈര്യം തരുന്നുണ്ട്. ദ ബേർഡ് ഈസ് സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ ജസ്റ്റ് ലൈക്ക് ഹോപ്പ്. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ 2 ലൈൻ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ദ പോയറ്റ് യൂസസ് ഇമേജസ് ടു ക്രിയേറ്റ് സെൻസറി എക്സ്പീരിയൻസ്. നമുക്കുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം അനുഭവിക്കാൻ വേണ്ടി തരുന്ന ഒന്നിനെയാണ്, പിക്ചറിനെയാണ് ഇമാജറി എന്ന് പറയുന്നത്. തന്നത് നമ്മൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, വിത്ത് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷ എന്ന കാര്യത്തിന് ചിറകുകളുണ്ടോ? ഇല്ല. എന്നാൽ അവിടെ ഒരു പക്ഷിയെ അവർ പറയുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്. ദ ഇമേജസ് മേ അപ്പീൽ ടു എനി ഓർ ഓൾ ഓഫ് ദ 5 സെൻസസ്. ഈ ഒരു ഇമേജസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, 5 സെൻസസ് ഉണ്ട്, അതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. സൈറ്റ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടായിരിക്കും കാണുക, ഇപ്പോൾ നമ്മൾ ആ പക്ഷിയെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ. സൗണ്ട് ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ലായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്ന ഒന്നായിട്ട്, ടച്ചായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിനും നമ്മൾ ഇമാജറി എന്നാണ് പറയുക. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. താഴെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ഒരു കുട്ടീനെയാണ് കാണിക്കുന്നത്. ഇമാജറി, കൈൻഡ്സ് ഓഫ് ഇമാജറി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ, സൈറ്റ്, നമുക്ക് കാണാൻ പറ്റുന്നത്.
കളേഴ്സ് കാണാൻ പറ്റുമല്ലോ. കളേഴ്സ് എങ്ങനെയാണ് നമ്മൾ പറയുക, ബ്രൈറ്റ്, ഡാർക്ക്, ഒരു ബ്രൈറ്റ് കളറാണ്, ഡാർക്ക് കളറാണ്, വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണെന്നൊക്കെ നമ്മൾ പറയും. ഓഡിറ്ററി എന്ന് വെച്ചാൽ സൗണ്ടാണ്, മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. മ്യൂസിക് എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, ലൗഡായിരിക്കാം, സോഫ്റ്റ് ആയിരിക്കാം, മെലീഡിയസ്, എന്താ പറയുക, നല്ല രസത്തിലുള്ളതായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ചില കാര്യങ്ങൾ പറയും പോയത്തിൽ, എപ്പോഴും അവർ ഇന്ന മ്യൂസിക് പ്ലേ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല പറയുക. ആ സൗണ്ട് ഭയങ്കര ലൗഡായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയും. അത് ഓഡിറ്ററി ഇമേജ് ആണ്. അല്ലെങ്കിൽ പറയും ആ ഫോറസ്റ്റ് ഭയങ്കര ഡാർക്ക് ഫോറസ്റ്റ് ആണ്, അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വിഷ്വലായി. ഇനി അതിൽ പറയുന്നത് ഓൾഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മെല്ലാണ്, നമുക്ക് എന്താണ് ശ്വസിക്കാൻ പറ്റുന്നത്. ഫ്രാഗ്രൻസ് സ്മെല്ലൊക്കെ അതിൽ പറയും. നമ്മൾ പറയും ചില സ്വീറ്റ് സ്മെല്ലാണ് ഫ്ലവേഴ്സിന്, അല്ലെങ്കിൽ സ്മോക്കി സ്മെല്ലാണ്, അല്ലെങ്കിൽ പങ്ക്ചൻ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ഒരു പങ്ക്ചൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എരിവുള്ള, അല്ലെങ്കിൽ അത്രയും മൂർച്ചയായി തുളച്ച് കയറുന്ന ചില സ്മെല്ലുകൾ. സ്മോക്കി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പുക പറ്റിയ ചിലത് പറയില്ലേ, നമ്മൾ പുക പിടിച്ച ചില കറികളെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ചിലത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കാം. അടുത്തത് പറയുന്നത് ടാക്റ്റൈൽ, ടച്ച്, നമുക്ക് തൊടാൻ പറ്റുന്നത്. നമ്മൾ പറയും സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ തൊടുമ്പോഴാണ് നമുക്ക് അറിയേണ്ടത്. അത് പോയത്തിലൊക്കെ ആകുമ്പോൾ അവർ പറയും ഭയങ്കര റഫായിട്ടുള്ള മരങ്ങൾ, റഫ് വുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള വുഡായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ദ ടേബിൾ ലുക്സ് വെരി റഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, പരപരപ്പ്, നമ്മൾ പറയും പരുക്കനായിട്ടുള്ള ഒരു ടേബിൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വശങ്ങൾ. സോഫ്റ്റ് അല്ല, ചിലത് നമ്മൾ പറയും സോഫ്റ്റ് ആണെന്ന് പറയും. അപ്പോൾ ദാറ്റ് ക്ലോത്ത് ഈസ് വെരി സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിനെ പോലെയൊക്കെയാണെന്ന് പറയും. ചിലത് നമ്മൾ ഭയങ്കര കോൾഡ് ആണെന്നുള്ള രീതിയിൽ പറയും. ഇനി അടുത്തത് ഗസ്റ്റേറ്ററി ഉണ്ട്, എന്ന് വെച്ചാൽ ടേസ്റ്റിൻ്റെ ആണ് ഗസ്റ്റേറ്ററി എന്ന് പറയുന്നത്. ചിലത് നമ്മൾ പറയും സ്വീറ്റ് ആണ്. സ്വീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താ, സോർ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ചിലത് ഭയങ്കര ബിറ്ററാണ്, കയ്പ്പുള്ളതാണ്. ചിലത് ഭയങ്കര സാൾട്ടിയാണ്, ഒരു ഉപ്പ് രസം കളർന്നതാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മുടെ പോയത്തിലായാലും സ്റ്റോറിയിലൊക്കെ പറയാം. അങ്ങനെ ഓരോ തരത്തിലും പറയുന്ന ഇമേജസിനെയാണ്. ഇപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റേറ്ററി, കേൾക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഓഡിറ്ററി, കാണുന്നതാണെങ്കിൽ വിഷ്വൽ, അതെല്ലാം നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓൾഫാക്ടറി, അതെല്ലാം നമുക്ക് എന്തെങ്കിലും തൊടാൻ പറ്റുന്നതാണെങ്കിൽ ടാക്റ്റൈൽ എന്നൊക്കെയാണ് നമ്മൾ പറയാം. See, now shall we list the different kinds of images in the poem? ഇനി ഇമേജസ്, പല ടൈപ്പ് ഇമേജസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം വിഷ്വലി, ഓഡിറ്ററിയാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പോയത്തിലുള്ളത് വിഷ്വൽ, നമുക്ക് കാണാൻ പറ്റുന്നത് ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, ചിറകുകളുള്ളതാണ് ഒരു കാര്യമാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ചിറകുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാ, അത് വിഷ്വൽ ഇമേജ് ആണ്. ദിസ് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ബേർഡ്. ഇനി ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ, നമ്മുടെ മനസ്സിൽ കൂട് കൂട്ടുന്നുണ്ട്, ആത്മാവിൽ കൂട് കൂട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. അത് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ല. അത് കേൾക്കാൻ പറ്റുന്നതാണോ, അല്ല. അത് കാണാൻ പറ്റുന്നതാണ്. ഓഡിറ്ററി, ഇനി കേൾക്കാൻ പറ്റുന്നത്. ആൻഡ് സിങ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്, വാക്കുകളില്ലാതെ പാട്ട് പാടുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയും പാട്ടാണ്, പാടുക ചെയ്യുക, നമുക്ക് കേൾക്കുകയാണ് ചെയ്യുക. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹിയർഡ്, എത്ര വലിയ കൊടുങ്കാറ്റിലും അത് മധുരമായി കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് ഇമേജ്. ആക്ടിവിറ്റി 2, ലുക്ക് അറ്റ് ദ ലൈൻസ് ബിലോ ആൻഡ് നോട്ട് ദ വേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ. ഓരോ ലൈൻസും ടെക്സ്റ്റിലാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ അവസാന വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ഹിയേർഡ്, ബേർഡ് രണ്ടും എന്താണ്, ഒരേ രീതിയിൽ അവസാനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈമിങ് വേർഡ്സ് എന്നാണ് പറയാം. ഒരേ രീതിയിൽ അവസാനിക്കുന്ന വാക്കുകൾ റൈമിങ് വേർഡ്സ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ പോയത്തിൽ നോക്കിയാൽ അറിയാം. സോൾ, ഓൾ, സ്റ്റോം, വാം, സീ, മീ, അങ്ങനെ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നത് റൈമിങ് വേർഡ്സ്. നെക്സ്റ്റ്, തേർഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പ്, പ്രതീക്ഷയെ എന്തായിട്ടാണ് പറയുന്നത്, ഫെദേഴ്സ് ഉള്ള ഒന്നായിട്ട്, ബേർഡിനെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ചിറകുകളുള്ളത്. ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിൽ വന്ന് കൂട് കൂട്ടുകയാണ്. വാട്ട് ഈസ് ഹോപ്പ് കമ്പയർഡ് ടു, അവിടെ ഹോപ്പിനെ എന്തായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അവിടെ ഹോപ്പിനെ ഒരു ചിറകുകളുള്ള ബേർഡായിട്ടാണ്, കൂട് കൂട്ടിയിരിക്കുകയാണ് ആത്മാവിൽ എന്ന് പറഞ്ഞിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. Here, hope is considered as the thing with feathers. A direct relation is made between hope and a bird. ഒരു ബേർഡും ഹോപ്പും, പ്രതീക്ഷയും പക്ഷിയും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്ത്, കമ്പയർ ചെയ്തുകൊണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് മെറ്റാഫോർ. നേരത്തെ നമ്മൾ റൈമിംഗ് വേർഡ്സ് പറഞ്ഞു, ഒരേ രീതിയിൽ സൗണ്ടിൽ അവസാനിക്കുക. ഇത് കമ്പാരിസൺ വരുമ്പോൾ മെറ്റാഫോറായി. നൗ പിക്ക് ഔട്ട് ദ അതർ ഇൻസ്റ്റൻസ് ഓഫ് മെറ്റാഫോർ ഇൻ ദ പോയം. ഇതുപോലെ ബാക്കിയുള്ള ഇൻസ്റ്റൻസ്, സിറ്റുവേഷൻസ് നമ്മുടെ പോയത്തിന് എഴുതാനാണ് പറയുന്നത്. ദാറ്റ് പേർച്ചേഴ്സ് ഇൻ ദ സോൾ, അത് നമ്മുടെ ആത്മാവിൽ കൂടുകൂട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെയും ആ ഹോപ്പിനെയും ബേർഡിനെയുള്ള കമ്പാരിസനാണ് പറയുന്നത്. പിന്നെ ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്, വാക്കുകളില്ലാതെ പാട്ട് പാടുന്നു. അപ്പോൾ പക്ഷിയെ അവിടെ പ്രതീക്ഷയായിട്ട് താരതമ്യം ചെയ്തു. ഐ ഹാവ് ഹിയേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ
ഏറ്റവും തണുപ്പാർന്ന മരവിപ്പാർന്ന സ്ഥലങ്ങളിൽ ഞാനതിൻ്റെ പാട്ട് കേട്ടു. അവിടെയും ഹോപ്പിനെയും പ്രതീക്ഷയെയും താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നു. സ്ട്രേഞ്ചസ്റ്റ് സീ എന്ന് പറയുന്നത് ഇവിടെ എന്തിനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഇവിടെ പറയുന്നത് നമ്മുടെ ടഫ് ടൈംസിനെയാണ് പറയുന്നത്. വി യൂസ് മെറ്റാഫോർ നോട്ട് ഓൺലി ഇൻ ദ ലിറ്റററി കണ്ടസ്റ്റ് ബട്ട് ഈവൻ ഇൻ അവർ എവറിഡേ സ്പീച്ച്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ പോലും ഇതുപോലെയുള്ള മെറ്റാഫോർസ് ആഡ് ചെയ്യാറുണ്ട്. റീഡ് ദ ഫോളോയിങ് മെറ്റാഫോർ ആൻഡ് ആഡ് യുവർ എക്സാമ്പിൾ ടു ദ ലിസ്റ്റ്. നിങ്ങളുടെ മെറ്റാഫോർസ് നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ളത് വായിച്ചിട്ട് നിങ്ങളുടെ തരത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാമെന്ന് പറഞ്ഞ് നമ്മൾ പറയും എന്താണ്, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ മനുഷ്യരെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? നമ്മൾ തിളങ്ങുന്ന വസ്തുക്കൾ, തിളങ്ങുന്ന ആൾക്കാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് നല്ലതാവണമെന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ലൈഫ് ഈസ് എ ജേണി, ജീവിതത്തിനെ ഒരു യാത്രയായിട്ടാണ് പറയുന്നത്. കാരണം യാത്രയിൽ പലതും കാണാറുണ്ട്. അതുപോലെ ജീവിതത്തിൽ നമ്മൾ പലതും അനുഭവിക്കുന്നു, കാണുന്നു. നോളജ് ഈസ് ലൈറ്റ്, അറിവ് എന്ന് പറയുന്നത് വെളിച്ചമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിവിനെ വെളിച്ചമായിട്ട് കമ്പയർ ചെയ്തു. ബുക്സ് ആർ വിൻഡോസ് ടു ദ വേൾഡ്, ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ്, നമ്മുടെ ഈ ഒരു ലോകത്തിലേക്കുള്ള ജനാലകളാണ് ബുക്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ടൈം ഈസ് മണി എന്ന് പറയാം. സമയം എന്ന് പറയുന്നത് പൈസയുടെ തുല്യമാണ്, അല്ലെങ്കിൽ ക്യാഷിനോട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, അസറ്റിനോട് തുല്യമാണ് എന്ന് പറയുന്നത്. ദ വേൾഡ് ഈസ് എ സ്റ്റേജ്, ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ഹെർ വോയിസ് ഈസ് മ്യൂസിക് ടു മൈ ഇയേഴ്സ്, അവളുടെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ ചെവിടുകളിൽ എന്താണ്, ഒരു പാട്ട് കേൾക്കുന്ന മാധുര്യമാണുള്ളത് എന്ന് പറയുന്നുണ്ട്. ഓരോന്നിനെയും മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്യുക, അതിനെയാണ് ഈ ഒരു മെറ്റാഫോർ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 4, റീഡ് ദിസ് ലൈൻസ് ഫ്രം ദ പോയം. ഈ ലൈൻസ് പോയത്തിൽ നിന്ന് വായിക്കുക. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ്, വാക്കുകളില്ലാതെ പാട്ട് പാടുന്നു. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ, അതൊരിക്കലും നിൽക്കുന്നില്ല. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദീസ് ലൈൻസ്, ഈ ലൈൻസിൽ നിങ്ങൾ എന്താണ് നോട്ടീസ് ചെയ്യുന്നത്? വാട്ട് എഫക്റ്റ് ഡസ് ദ റിപ്പീറ്റേഷൻ ക്രിയേറ്റ്, അതിൽ എന്ത് റിപ്പീറ്റേഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്? ദിസ് കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് അനഫോറ. അനഫോറ എന്ന് പറയുന്നത് ഇങ്ങനെ, ഇപ്പോൾ 2 ലൈൻസ് നോക്കിയേ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിതൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. ആൻഡ് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. അതുപോലെ ദ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ് ഇൻ എ പോയം ഓർ പാസേജ് ഈസ് അനഫോറ. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ഫോർ എംഫൈസിസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് അനഫോറ. നൗ പിക്ക് ഔട്ട് ദ അതർ ഇൻസ്റ്റൻസ് ഓഫ് അനഫോറ ഇൻ ദ പോയം. പോയത്തിലുള്ള ബാക്കി അനഫോറസ് പിക്കപ്പ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്, ഇതിൽ പറഞ്ഞ പോലെ. അതുപോലെ ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ, അതിൽ 2 ആൻഡ് വന്നിട്ടുണ്ട്. അടുത്തത് ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹിയർഡ്, അത് എഴുതി വെക്കാം കേട്ടോ. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹിയർഡ്, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അതിൽ ഭയങ്കര മാധുര്യമായിട്ട് അവരുടെ ഈ ഒരു പാട്ട് കേൾക്കാം. ആരുടെ? ഹോപ്പ്, പ്രതീക്ഷയെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി സ്റ്റോം, അപ്പോൾ ആ സ്റ്റോമിൻ്റെ ഉള്ളിലും സോറിൻ്റെ കാര്യം, ബുദ്ധിമുട്ടുകളുടെ കാര്യം പറയുന്നുണ്ട്. ആ 2 ലൈനിനും ശ്രദ്ധിക്കേണ്ട കാര്യം ആൻഡിലാണ് അവിടെയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് തന്നെ ആവണമെന്നില്ല, ബാക്കി വേർഡ്സൊക്കെ ആണെങ്കിലും ഏത് വേർഡ്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരേ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഈ ഒരു അന്നഫോറ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത ചാപ്റ്റർ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്